ഞാൻ താങ്കളുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിൽ ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ ഇങ്ങനെ ഒരു കമന്റും വായിച്ചു. ഒരു ഇടുക്കിക്കാരൻ എന്നുള്ള നിലയിൽ അസൂയയാണ് എനിക്ക് നിങ്ങളോട്, ഈ മനുഷ്യനോട് എന്നുള്ളൊരു കമന്റ് ഞാൻ വായിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് ഇടുക്കിക്കാരെ സംബന്ധിച്ച് ആഹ്, അവരുടെ മനസ്സിലുള്ളിലുള്ള ഒരു ചിത്രമുണ്ടാവും. വളരെ ഇമോഷണൽ ആയിട്ട് കിടക്കുന്ന ഒരു ചിത്രമായിരിക്കാം. അല്ല, ഞാൻ ജനിച്ചു വളർന്ന നാട് ഇന്നതാണെന്ന് പക്ഷെ വാക്കുകളാലോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലറി ലാംഗ്വേജിൽ പറഞ്ഞെത്തിക്കാൻ അറിവില്ലാത്തെന്ന സ്വന്തം ദേശം ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അവർക്കൊക്കെ സമ്മാനിച്ച് വളരെ അങ്ങ് മനസ്സുകൊണ്ടങ്ങ് സമ്മാനിച്ച ഒരു പാട്ടായിട്ട് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നും അതിനെ എല്ലാവരും നമ്മളൊക്കെ ഉൾപ്പെടെ എല്ലാവരും അതിനെ ഉൾക്കൊണ്ടത് പാടുന്നൊക്കെയുണ്ട്. അപ്പം അതിന്റെ ഒരു പിറവി ഇന്നും വളരെ സ്പെഷ്യലാണ്. ഇപ്പൊ അറബിക്കഥയിലെ ആ പാട്ട് തിരികെ എന്നുള്ള പാട്ട് പോലെ തന്നെ ഇതും വളരെ ഒരു സ്പെഷ്യലായിട്ട് തന്നെ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു 2 വരി പാടിയിട്ട് നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാൻ തോന്നുന്നു. അരികിലേക്ക് പോവാല്ലേ നീ? അത് നമുക്ക് അരികിലേക്ക് നമുക്ക് ചെല്ലാം. എനിക്ക് വയ്യാത്തോണ്ട് അത് ഞാനത് വളരെ വലിയ വലിയ ടാസ്ക് കൊടുക്കാണ് വയ്യാണ്ടിരിക്കുമ്പോ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ മലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി.